പൂട്ടിക്കും. പോലീസ് സ്റ്റേഷൻ ഞാൻ പൂട്ടിക്കും. അല്ല, ഉത്തമൻ അവിടെ ഇല്ലെങ്കിൽ സ്റ്റേഷൻ താനേ പൂട്ടിക്കോളും. അതിനു മുമ്പ് എന്റെ ഓഫീസ് പൂട്ടല്ലോ മോനെ. രണ്ടാമത്തെ ദിവസമായി നിരാഹാരം. ചാവട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ. പക്ഷെ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കിക്കുള്ളിലെ കാട്ടാളൻ മാത്രമാകുന്നു എന്ന് മരിച്ചുപോയ സ്വന്തം ഉത്തമൻ. ഓരോ തെളിവുകള് നാളെ കാലത്ത് പത്രത്തിൽ വാർത്ത വരും. അവന്റെ പേരിൽ കേസെടുക്കും. എന്റെ പണി പോയ പോലെ തന്നെ അവന്റെ പണിയും പോകും. എന്നിട്ട് തൊപ്പി തിരിച്ച് തലയിൽ വെക്കാൻ വേണ്ടി അവൻ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയുന്ന എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നീ ചത്തതിന് ശേഷോ? അതെ, ചത്തതിന് ശേഷം. ഈ താടിയടക്കം കത്തിക്കും ഞാൻ. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു SI പിന്നെ പോലീസ് കണ്ടുപിടിച്ച ഇയാളാണല്ലോ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്ക. അയാൾ ഈ കാക്കിക്കുപ്പായി ഊരി വെച്ചിട്ട് ചന്തയിലോട്ട് ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പറയാം. എവിടെ കയറാൻ? ഇത് പോലീസ് ജീപ്പാ. ഇതിനകത്ത് 2 കൂട്ടരെ കാണും, പോലീസുകാർ അല്ലെങ്കിൽ ക്രിമിനൽസ്. പിന്നെന്തിനാ ഞാനത് കയറുന്നത്? കാക്കിക്കുപ്പായ അഴിച്ചു വെച്ച് ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നീ എന്നെ അങ്ങോട്ട് ഒലത്തിക്കളയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? സാറിന് വലിയ ധൈര്യമാണല്ലോ. അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ നല്ല ധൈര്യമുള്ള പോലീസുകാരോട് ജീവിച്ചവനാ ഞാൻ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന SI രാമകൃഷ്ണ സാറിന് അറിയോ? ഇപ്പം മൂത്ത് DYSPയാ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ്ടല്ലോ ജോലി പോയി. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. അറിയാം. അതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് എങ്ങോട്ട് പോകും? എടാ, ഈ അങ്ങാടിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നാണക്കേടാ. അതിലും വലിയ നാണക്കേട്. പതിയെ അതിലും വലിയ നാണക്കേട് അങ്ങാടിയിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് നീ ജീപ്പിലേക്ക് കയറ്. വലിയ ആൾക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പൊ കേറാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം. പറയണം. വീരടുക്ക, എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിക്കോളേ. ഞാൻ ഈ വീട് ഷിഫ്റ്റിങ്ങിന്റെ ഒരു തിരക്കിലായിരിക്കും. വണ്ടി കയറാം. ഇങ്ങോട്ട് ഇറങ്ങണം. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഈ മുറ്റത്തൊന്ന് ചവിട്ടാൻ അടിയൻ എന്തൊക്കെ ഒരുക്കങ്ങളാണാവോ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ വരണം. ദാ അമ്മയുടെ സ്വാമി ഉണ്ണാവൃത തിരുവടികൾ. നിനക്കിതെന്താ ജയ? ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട്. അമ്മയല്ലേ പറഞ്ഞത് ഇവൻ ആരുമില്ല, പാവമാണ്, മുന്തിയ ചരക്കാണെന്നൊക്കെ. അങ്ങാടിയിൽ ഇവൻ എന്നോട് കാണിച്ചതൊന്നും അമ്മ കണ്ടില്ലല്ലോ. വെച്ചിട്ടുണ്ടടാ നിനക്ക് ഞാൻ. തീർന്നില്ലേ കുഞ്ഞെ നിങ്ങൾ തമ്മിലുള്ള വിരോധം? ഈ നിലയ്ക്ക് പോയാൽ അത് നല്ല രീതിയിൽ തീരുന്ന എനിക്ക് തോന്നണില്ല. എന്താടാ? ഒന്നുമില്ല. തന്റെ മീശ ഇങ്ങനെ മേലേക്ക് നിൽക്കുള്ളൂ? താഴേക്ക് നിൽക്കും. എങ്ങനെയാ അത് കാണട്ടെ? ഇത്രയല്ലേ വേണ്ടു. തന്റെ യൂണിഫോം എന്തേ? ആ കാക്കി കളസവും പോലീസുകാരന്റെ തൂഷും. അത് സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോ ഞാൻ അഴിച്ചു വെച്ചു. അകത്തേക്ക് വരണം. വാടാ. സാധാരണ നിലയിൽ താൻ എത്ര ദിവസം വരെ നിരാഹാരം കിടക്കും? എന്നെ ഇന്നേ വരെ അവിടെ നിന്ന് ആരും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നാലോ? മരണം വരെ കിടക്കും. അന്നം മുമ്പിൽ വെച്ചിട്ട് ഇമാതിരി വർത്താനം പറയാതെ രണ്ടാളും. അമ്മ വിളമ്പിക്കോ, അവൻ കഴിക്കും. എനിക്ക് വേണ്ട. കൺമുമ്പിലില്ലെങ്കിലും കണ്ടോർമ്മയില്ലെങ്കിലും മനസ്സിലൊരു അമ്മയുണ്ട്. ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്താൽ ഞാൻ തെറ്റിക്കാറില്ല. എനിക്ക് വേണ്ട. ഉത്തമ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. എന്റെ കഞ്ഞിയൂടി മുട്ടിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. എന്നിട്ടും വേണ്ടാത്ത ചോറ് എന്നെ കൊണ്ട് തല്ലി അനുസരിപ്പിച്ച് കഴിപ്പിക്കാനാണെങ്കിലേ അത് കൊലച്ചോറാ. എനിക്ക് വേണ്ട. വിളിച്ചപ്പോ വന്നത് എന്റെ മര്യാദ. മനസ്സ് വേദനിപ്പിക്കാതെ പറഞ്ഞയക്കേണ്ടതേ നിങ്ങളുടെ മര്യാദയാ. മോനെ, നീ പറഞ്ഞില്ലേ കൺമുന്നിലില്ലെങ്കിലും കണ്ട ഓർമ്മയില്ലെങ്കിലും മനസ്സിലൊരമ്മയുണ്ടെന്ന്. ഞാനൊരമ്മയാണ്. അമ്മ പറഞ്ഞ മക്കള് കേക്കണം. വാ മോനെ. നിന്റെ പോലീസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിലോട്ട് ഇടപെടുന്നുമില്ല. ഇതിനെ നീ കൈയൊഴിയരുത്. പിന്നെ എന്തുദ്ദേശത്തില അമ്മേ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്? പക്ഷെ ഇനി അവിടെ ഒന്ന് പോലീസ് കളിക്കോ? നല്ല കുട്ടിയായിട്ട് ഇവൻ അവിടെ നിന്നോളൂ. ഇല്ലേ കണ്ണാ? കണ്ണനോ? നിനക്ക് തോന്നിയോ? അവൻ കൊണ്ടുവന്നില്ലേ സാക്ഷാൽ കണ്ണനെ? എനിക്ക് ഇവനെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. പാവം, പട്ടിണി കിടന്നു. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തില് അങ്ങാടിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ആശ കൊണ്ട് പോലീസ് ആവാനേ.
അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായമരം ഉണ്ടായി. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ചു തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാൽ വറ്റിനേക്കാൾ കൂടുതൽ കല്ലും മണ്ണുവാ. ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം കോറത്തുണി കുഴല് പോലെ തുന്നി 2 കൈയും പിടിപ്പിച്ച് ഇടിച്ചു തരും. വരുന്നവര് ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പിൽ ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു തന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും. അനാഥ കുട്ടികളല്ലേ, ആര് ചോദിക്കാൻ. ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായ മരത്തിന്റെ ചോട്ടിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ചു. മരം ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാ. തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പപ്പായ മരമൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാനില്ലാണ്ടായി. പട്ടിണിയാണെങ്കിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. പോലീസായിട്ട് തെണ്ടിക്കുട്ടികളുടെ കഞ്ഞി കട്ട് കുടിക്കുന്നവരെ പിടിക്കാൻ 8-9 ക്ലാസ് വരെ ഒപ്പിച്ചു. പിന്നെ ചൊറി പിടിച്ചു. മേലാകെ ചൊറിയും പുണ്ണും. ഒരിക്കൽ ചെറിയാൻ സാറും ബീരാനിക്കയും കൂടി പരിപ്പോടെയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നപ്പോ എന്റെ സ്ഥിതി കണ്ട് സഹിക്ക വയ്യാതെ കൂട്ടിക്കൊണ്ടുവന്നു. വിദ്യാഭ്യാസം എന്നുള്ള അഭ്യാസം അതോടെ തീർന്നു. എന്റെ ആരും അല്ലെങ്കിലും ഗൗരിയുടെ അമ്മ എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. നല്ലോണം ഒരച്ച് തേച്ച്. അന്നെന്റെ ഗൗരിക്ക് ഒരു 8-10 വയസ്സ് കാണും. ഒരിറച്ചി വെന്ത മണാത്ര അന്ന് എനിക്ക്. അവള് പറയും, അമ്മയില്ലാത്ത കുട്ടിക്കാലം ആർക്കും ഉണ്ടാവരുതമ്മേ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് അമ്മയില്ലാതെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് എല്ലാവരും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാരും ഉണ്ട്. എല്ലാരും. അതിനെന്താ ഉത്തമ? പെറ്റമ്മയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയല്ലേ, അവർക്കൊരു സഹായത്തിനല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ ആവുമ്പോ ഇവിടെ കാര്യത്തില് എനിക്ക് ആദ്യം പേടിയും കുറയുമല്ലോ. പക്ഷേ അമ്മ ഇവിടെ ഒറ്റയ്ക്ക്. ഓ പിന്നെ അമ്മ ഇവിടെ 17 തികഞ്ഞു നിൽക്കല്ലേ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി. നോക്കണേ പെണ്ണിന്റെ ഒരു ആവേശം. ഇവിടുന്ന് ചാടി ഇറങ്ങാനേ. എനിക്ക് വലിയ ഇഷ്ടാ അമ്മേ. ഇവിടെ അമ്മയ്ക്ക് ആരോഗ്യ കുറവൊന്നുമില്ലല്ലോ, ആരെയും പേടിയില്ല. പിന്നിപ്പെന്താ? മതി മതി നിർത്തറി. അവനവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി 1000 ന്യായങ്ങളെ. തനി പെണ്ണ് തന്നെ. തോന്നുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന ആ അമ്മയ്ക്ക് മെനക്കേടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോ എനിക്കെന്റെ തള്ളയെ കാണാൻ തോന്നിയല്ലോ. ഒക്കെ ഇവനൊരു ചരട് കെട്ടുന്നിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാ കഴിഞ്ഞു തള്ളയും മോളും ഒക്കെ. അങ്ങനൊന്നുമില്ല എന്റെ മാധവിക്കുട്ടിയെ. മാധവിക്കുട്ടി വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ദാ അവിടെ നോക്കിയാ കാണടുത്ത്. ആ എന്നാ പുറപ്പെട്ടോ. എങ്ങോട്ടാവോ യാത്ര? അശോക, എസ് ഐ സാറിന്റെ അമ്മയ്ക്ക് വാദത്തിന്റെ അസുഖം. മോളെന്താ തള്ള കഷായോ വാദത്തിന് കൊടുത്തയക്കാൻ? എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും കൊല വിളിച്ചും മേല് വേദനിപ്പിച്ചും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ എരപ്പ എസ് ഐയുടെ വീട്ടിലേക്ക് തന്നെ വേണം മോളെ വേലയ്ക്ക് പറഞ്ഞയക്കാൻ, അല്ലേ? അല്ല, ഗൗരി ഒരു വീട്ടുവേലക്കാരിയായിട്ടല്ല. തെണ്ടി, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്റെ കുടുംബകാര്യങ്ങള് എന്നോട് ചിലക്കാൻ നീ ആരടാ? ഇറങ്ങണം. ഇറങ്ങാൻ. ഈ മുറ്റത്തിന് ചവിട്ടിയാ നിന്റെ കാല് ഞാൻ വെട്ടും. ഓടാ, നിന്റെ പെറ്റ തള്ളയും പെങ്ങളും ഉണ്ട് നമ്മുടെ മുമ്പില്. ഇല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് തന്നെ നീ മുഴുവൻ പറഞ്ഞു തീരില്ല. ഇത് നിന്റെ മുറ്റം. ഈ വളപ്പിനപ്പുറത്തോ? വരുന്നോടാ ഉത്തമന്റെ കാല് വെട്ടാൻ. വരുന്നോടാ പുല്ലേ. ഗൗരി വാ. കേറി പൊടിയാത്ത്. അത് അവള് തീരുമാനിച്ചോളും. എടീ ഒരുമിട്ടോളെ ഇറങ്ങി പിന്നെ നീ അത് തിരിച്ചു തരില്ല. കേറി പോടി. അങ്ങാടി തോറ്റതിന് അമ്മയോടല്ല ആണുങ്ങളോടാ. എന്നോടുള്ള വിരോധം തീർക്കാനാണെങ്കിൽ വിളിച്ചു നിന്നെ ഞാൻ. വാ, അത് നമുക്ക് അവിടെ വെച്ച് ഇപ്പൊ തന്നെ തീർക്കാം. 10-25 കൊല്ലായിടാ പോലീസുകാരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പെണ്ണിനെ തൊട്ടാണ്ടല്ലോ വീട്ടിച്ച് നിന്റെ പരിപ്പും പുണ്ണാക്കി ഞളക്കും. വടി.
SI ഇവിടെ ഇല്ല, SP-യുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ആ, ഇത് നെല്ല് കുത്തിയ പൊടിയരി, രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ദോ, ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയ അരി. താൻ കുറേ നെല്ല് കുത്തണം. നെല്ലല്ല അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ എന്തിനിത് കണ്ടറിഞ്ഞൂടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ SI ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ദൈവമേ, ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ രണ്ടും കൂടി പിരിയും. ഓ, മറ്റവൻ. അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. SI സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്ക് എന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. SIനെ കേറി ജയരാജെന്ന് വിളിച്ചാ ആരാണെന്ന് നിനക്കറിയോ? ആരല്ലേ എനിക്കെന്ത് അല്ല, നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, SI ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. അച്ഛാ. ഇല്ല, ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാറ് കല്യാണം കഴിക്കാൻ നമ്മളെ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലെ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞ? എന്റെ ദൈവമേ, നിഗര പരീക്ഷിക്കല്ലേ. It's okay. സോറി. Come on. ഇതൊക്കെ എടുത്തു വെക്കാൻ സാധനങ്ങൾ വെക്കടാ. ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ. പിടിക്ക്. വേഗം പിടിക്കടി. ഓ അതെ, രണ്ടുപേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. ഈ കുട്ടി രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. പെട്ടി സാധനങ്ങളൊക്കെ ഇവരുണ്ട്. ഉത്തമേട്ടാ, ഓ. ആരാ അത്? ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റേത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. ആ, പത്മിനി, ജയനോട് എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടുകൊടുക്കേയില്ല. അപ്പൊ അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടി പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. ഉവ്വ്. എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ആഹാ. ഓ, പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടീ വെള്ളപ്പാറ്റെ, നീ പോലീസുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർസുകൾക്കും ബാധകമാണടി. ഓ, കണ്ടതും തുടങ്ങി രണ്ടും കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ, ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ഒന്ന് വരണം. തൊള്ളല്ലടി. ദേ, ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ? വേണമെങ്കിൽ കെട്ടാം അല്ലടാ. പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കെങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. ദേ, അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത്? കണ്ടന്ത്ര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്തു കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു.